ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ആപ്ലിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ന്യൂ ഇയർ ഒക്കെയാണ് വരാൻ പോകുന്നത്. ന്യൂ ഇയറിന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ന്യൂ ഇയർ വിഷസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവർക്കും സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഈ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും ന്യൂ ഇയർ വീഡിയോ മേക്കർ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഫ്രീ ആപ്ലിക്കേഷൻ ആയത് കാരണം ചെറിയ പരസ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം അവസാന ഘട്ടത്തിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് മാത്രം നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ചെറിയൊരു പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് താഴെ കാണുന്ന ഓക്കെ ബട്ടൺ അമർത്തിയിട്ട് വീണ്ടും നമ്മളോട് ഒരു പെർമിഷൻ കൂടി ചോദിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. താഴെയായിട്ട് കുറേ ഓപ്ഷനുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഒരു ഓപ്ഷനാണ് മേക്ക് വീഡിയോ എന്ന ഭാഗത്ത് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് വലതുവശത്തൊരു ശരി ഐക്കൺ കാണാം. ആ ഒരു ഭാഗം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും ആവശ്യമില്ലാത്ത ഫോട്ടോസ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാനായിട്ട് ഓരോ ഫോട്ടോസിൻ്റെയും മുകളിൽ വലതുവശത്തായിട്ട് ചുവന്ന കളറിൽ ഒരു ഇൻഡു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മുകളിലായിട്ടുള്ള വലതുവശത്തുള്ള ഈ ഒരു ശരി ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വിൻഡോയിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോസിൻ്റെ പ്രിവ്യൂസൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറേ തീം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് തീം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തീം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഫ്രെയിം കാണാൻ സാധിക്കും. ഹാപ്പി ന്യൂ ഇയർ, അതുപോലെ 2020 തുടങ്ങിയ കുറേ ഫ്രെയിം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കാണാം, ഒരു ഗാലറി ഐക്കൺ കാണാൻ സാധിക്കും. ആ ഗാലറി ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടി ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. വീണ്ടും അടുത്ത ഓപ്ഷൻ നമുക്ക് കാണാം, ഒരു ക്യാമറ ഐക്കണാണ്. ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ആവശ്യമില്ലാത്ത ഫോട്ടോസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. വീണ്ടും നമുക്കൊരു മ്യൂസിക്കിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോങ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം അടുത്ത അവസാനത്തെ ഓപ്ഷൻ നമുക്ക് ഒരു ടൈമർ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഡ്യൂറേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം, അതുപോലെ 2 സെക്കൻഡ് കൊണ്ട് തീർക്കാം എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്താണ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുള്ളത്. ഈ ഒരു സമയത്ത് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ശരി ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ സേവ് ആവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ അത് 100% ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് ഇപ്പോൾ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എൻ്റെ ഗാലറി ഇപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.